ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ കുക്കുംബറിന്റെ വിളവെടുപ്പാണ്. ഏകദേശം 2 ചട്ടിയിലായിട്ട് നമ്മൾ കുക്കുംബർ നട്ടിരിക്കുകയാണ്. 2 ചട്ടിയിൽ നമ്മൾ കുക്കുംബർ നട്ടു. അത് പടർന്ന് വരുന്നതേ ഉള്ളൂ, എങ്കിലും അതിന്റെ ചോട്ടിൽ തന്നെ നമുക്ക് കുക്കുംബർ കിട്ടിയിരിക്കുകയാണ്. ഏകദേശം ഒരു 3-4 കുക്കുംബറോളം ഉണ്ട്. അത് നമുക്ക് ഇന്ന് വിളവെടുക്കാം. അപ്പോൾ അതിന്റെ വീഡിയോയിലേക്കാണ് പോകുന്നത്. കുക്കുംബർ ഇപ്പോഴത്തെ ഈ ചൂട് കാലാവസ്ഥയിൽ നമുക്ക് സലാഡായിട്ടും കട്ട് ചെയ്ത് കഴിക്കാൻ പറ്റിയ ഒരു നല്ല, നമ്മുടെ ശരീരം തണുപ്പിക്കാൻ പറ്റിയ ഒരു നല്ല പച്ചക്കറിയാണ്. അപ്പോൾ ഏകദേശം ഒരു 3-4 കുക്കുംബർ, ഇത് കണ്ടോ, 1, 2, ഇവിടെ താഴെയുണ്ട് 3, 4, ഇങ്ങനെ 4 കുക്കുംബർ നമുക്ക് ഇന്ന് വിളവെടുക്കാൻ പാകമായിട്ട് നിൽക്കുകയാണ്. അപ്പം നമ്മൾ ഏകദേശം ഇതൊന്ന് വിളവെടുക്കാൻ പോവുകയാണ്. 2 ചെറിയ ചട്ടിയിലാണ് നമ്മൾ ഇത് നട്ടിരിക്കുന്നത്. അത് ഇത് കണ്ടോ, ഇത്രേ പടർന്നിട്ടുള്ള ആകപ്പാടെ. അന്നേരം തന്നെ നമുക്കത് വിളവ് കിട്ടി. പെട്ടെന്ന് വിളവ് കിട്ടുന്ന ഒരു പച്ചക്കറി ഇനമാണ് കുക്കുംബർ. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്യുവാണേ. ഇത് കണ്ടോ, ഇത് വെള്ള കുക്കുംബറാണ്. ഇത് വേറെ അടുത്ത ഒരു വെറൈറ്റി പച്ച വരയുള്ള സൈസ് കുക്കുംബർ ഉണ്ട്. ഇത് നമുക്ക് വെള്ള കുക്കുംബറാണ് നമ്മൾ നട്ടിരിക്കുന്നത്. ഒരെണ്ണം നമ്മൾ വിളവെടുത്തു. അടുത്തത് ഇവിടുന്ന് നമ്മൾ വിളവെടുക്കുകയാണ്. ചെറിയ തൈ ആയതുകൊണ്ട് അത് ചെറിയ കായാണ്, പക്ഷെ വിളവെടുക്കാൻ പാകമായ കായകളാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ ഇത് കണ്ടോ, ഇത് നമ്മൾ എടുക്കുകയാണ് 3. അതുപോലെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറുത് കിടപ്പുണ്ട്, അതുകൂടെ നമ്മൾ വിളവെടുക്കാം. ഇപ്പം ഏകദേശം ഇത് കണ്ടോ, 4 കുക്കുംബർ നമുക്ക് ഈ ചെറിയ 2 ചട്ടിയിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ വീടുകളിൽ നമുക്ക് ഇതുപോലെ 2 ചട്ടിയിൽ നമുക്ക് കുക്കുംബർ നട്ടാൽ ഇതുപോലെ വിളവെടുത്ത് കഴിക്കാവുന്നതാണ്. ഇതിനകത്ത് നമ്മൾ വേറെ യാതൊരു വിഷവും അടിക്കാറില്ല. ആകെപ്പാടെ നമ്മൾ ചെയ്യുന്നത് വേപ്പ് ഓയിൽ മാത്രമാണ് സ്പ്രേ ചെയ്യുന്നത്. അപ്പം വീടുകളിൽ ഇതുപോലെ കുക്കുംബർ വെച്ച് പിടിപ്പിക്കുക. ഈ ചൂട് കാലാവസ്ഥയിൽ നമുക്ക് നല്ല കുക്കുംബർ വിഷമില്ലാതെ പറിച്ച് കഴിക്കാൻ സാധിക്കും. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ ബൈ.